അപ്പോൾ 11th മക്കളുമാർക്ക് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്ന ഏരിയ. അതിൽ നിന്നൊരു ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് പോസിബിൾ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റൻ. അപ്പൊ ക്വാണ്ടം നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്, l എന്ന് പറയുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്, m മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്, ആൻഡ് s എന്ന് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് k, l, m ഏത് ഷെൽ ആണ് എന്ന് തരുന്നു. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് 1, 2, 3 എനി വാല്യൂ വരാം. ദെൻ l എന്ന് പറയുന്ന അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. അതിന് പോസിബിൾ വാല്യൂ 0 to n-1 ആണ്. ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് -l to +l വരെ ആയിരിക്കും വാല്യൂസ് വരിക. സ്പിൻ ക്വാണ്ടം നമ്പർ +12 ഓ -12 വരാം, ക്ലോക്ക് വൈസോ ആന്റി ക്ലോക്ക് വൈസോ ആവാം. ദെൻ നമുക്ക് വാല്യൂസ് നോക്കാം. ഫസ്റ്റ് n = 2 ആണ്, l = 2 ആണ്, m = 0 ആണ്, സ്പിൻ ക്വാണ്ടം നമ്പർ തന്നിരിക്കുന്നത് +12 ആണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ n-ഉം 2 l-ഉം 2. അപ്പൊ n-ന്റെ വാല്യൂ തന്നെ l-ന് വരുമോ? ഇല്ല. l-ന് 0 to n-1 വരൂ. അപ്പൊ 0 to n-1 മീൻസ് 1-നകത്തുള്ള വാല്യൂ വരുള്ളൂ. അപ്പൊ ഇത് പോസിബിൾ അല്ല. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ n = 1, ഓക്കെ, l = 0 വരാൻ പറ്റും അല്ലെ? 0 to n-1 ആണ്, 0 വാല്യൂ വരാം. ദെൻ m = 0 പറ്റുമോ? -l to +l, -0 to +0 ഒന്നുമില്ല, 0 അല്ലെ? അപ്പൊ ഇത് പോസിബിൾ ആണ്. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ n = 3, l = 2. n-ന് 3 വന്നാൽ l-ന് 2 വരാമോ? പറ്റും അല്ലെ? അപ്പം 0 to n-1 ആണ്. സോ ഇത് കറക്റ്റ് ആണ്. ഇനി നമ്മൾ l വാല്യൂ നോക്കുകയാണെങ്കിൽ അതിൽ -3 വന്നു. അപ്പൊ -l to +l ആണ് ശരിക്കും m വാല്യൂ വരേണ്ടത്. ദാറ്റ് മീൻസ് -2 to +2. അതിനിടയ്ക്ക് -3 ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് പോസിബിൾ അല്ല അല്ലെ? അപ്പൊ ഇത് പോസിബിൾ അല്ല. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ n = 2, l = 1, m = 1. n = 2, l-ന് 1 വാല്യൂ വരാമോ? വരാൻ പറ്റും അല്ലെ? 0 to n-1 ആണ്, ഇത് ഓക്കെ ആണ്. ആൻഡ് -l to +l ആണ് l വാല്യൂ വരിക, m വാല്യൂ വരിക. ദാറ്റ് മീൻസ് -1 to +1. അപ്പൊ ഇതും പോസിബിൾ ആണ്, ഇത് +12 ആണ്. സോ ഇതും പോസിബിൾ ആണ്. ആൻസർ വരുന്നത് 1 ഉം 3 ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളുമാരുടെ ഇതിന്റെ ആൻസർ ഒന്ന് പാർട്ട് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.